Q Developers Comedy Super Night. യാത്രകൾ പലവിധമുണ്ട്. ഇവിടെ ആരംഭിക്കുന്നത് ചിരിയാത്ര. ഏവർക്കും സ്വാഗതം. ഇത് കോമഡി സൂപ്പർ നൈറ്റ് 2. യാത്രകളിലൂടെ ചരിത്രം സൃഷ്ടിച്ച ദമ്പതികളാണ് കോമഡി സൂപ്പർ നൈറ്റ് 2-ൽ ഇന്നത്തെ അതിഥികൾ. കാലിച്ചായക്ക് ചിറകുമുളപ്പിച്ച് 18ലേറെ ലോകരാഷ്ട്രങ്ങൾ സഞ്ചരിച്ച വിജയൻ ആൻഡ് മോഹന. ഒരു കുന്നിന്റെ മുകളിൽ നിന്ന് ആദ്യം നീ താഴേക്ക് ചാടുക. താഴേക്ക് നീ പോകുമ്പോൾ നിന്റെ ചിറകുകൾ പണിതിരിക്കും. ഈ വാക്കുകൾ ജീവിതത്തിൽ യാഥാർത്ഥ്യമാക്കി കൊച്ചി കത്രിക്കടവ് സ്വദേശി വിജയനും ഭാര്യ മോഹനയും. കത്രിക്കടവിൽ ശ്രീ ബാലാജി കോഫി ഹൗസ് എന്ന ചെറിയ ചായക്കട നടത്തുന്ന വിജയനും ഭാര്യയും ചുറ്റി സഞ്ചരിച്ചത് 17ലധികം രാജ്യങ്ങൾ. യാത്രയ്ക്കുള്ള ചിലവുകൾ ഈ ചെറിയ ചായക്കടയിലെ ചെറിയ വരുമാനവും. സ്വന്തം പരിമിതികളെ കുറ്റപ്പെടുത്താതെ യാത്രകളിലൂടെ ജീവിതം ആസ്വദിക്കാനും ആഘോഷിക്കാനും കാണിക്കുന്ന ധൈര്യമാണ് ജീവിത സഖിക്കൊപ്പം ഉലകം ചുറ്റുന്ന വിജയനെ ലോക പ്രശസ്തനാക്കിയത്. 40 വർഷമായി ചായക്കട നടത്തുന്ന വിജയനും മോഹനയും ചായക്കടയിലെ വരുമാനത്തിൽ നിന്നും മിച്ചം പിടിച്ച സമ്പാദ്യവുമായി ആകാശയാത്രകൾ നടത്തിയപ്പോൾ ഇൻവിസിബിൾ വിങ്സ് എന്ന ഹൃദയസ്പർശിയായ ഡോക്യുമെന്ററി ഈ വേറിട്ട ദമ്പതികൾക്ക് പറക്കാൻ വീണ്ടും ചിറകുകൾ നൽകി. നിങ്ങൾ സ്വപ്നങ്ങളെ പിന്തുടർന്ന് ജയിക്കാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അതിനുവേണ്ടി ആത്മാർത്ഥമായി പരിശ്രമിക്കുക. ഒരു ശക്തിക്കും നിങ്ങളെ തോൽപ്പിക്കാനാവില്ല. ഈ വാക്കുകൾക്ക് ജീവിതം കൊണ്ട് അടിവരയിട്ട വിജയനും ജീവിത സഹയാത്രിക മോഹനയും പൊട്ടിച്ചിരികൾ ആകാശയാത്ര നടത്തുന്ന ഈ വേദിയെ പുതിയ പുളകം ചാർത്തുന്നു. സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ സങ്കൽപ്പ ഗന്ധർവലോകത്തിലോ ദീപങ്ങളോ മണ്ണിൻ താരങ്ങളോ നാദങ്ങളോ ദേവരാഗങ്ങളോ സ്വർഗത്തിലോ നമ്മൾ സ്വപ്നത്തിലോ സങ്കൽപ്പഗന്ധർവലോകത്തിലോ ദീപങ്ങളോ മണ്ണിൻ താരങ്ങളോ നാദങ്ങളോ ദേവരാഗങ്ങളോ കൊച്ചി കടവന്ത്ര ഗിരിനഗറിലെ ശ്രീ ബാലാജി എന്ന ടീ ഷോപ്പില് അവിടെ നിന്ന് കിട്ടുന്ന വരുമാനം കൊണ്ടാണ് ഈ ലോക രാജ്യങ്ങൾ സന്ദർശിക്കുന്നത് ഈ ഭാര്യയും ഭർത്താവും. ഇങ്ങനെയൊക്കെ കറങ്ങി നടന്നാൽ മതി രണ്ടുപേർക്കും. ഞങ്ങൾ എന്ത് ചെയ്യാനാ പിന്നെ? എന്തൊക്കെയുണ്ട് വിശേഷങ്ങള്? നല്ല വിശേഷം. എന്താ ഒന്നും മിണ്ടാത്തത്? ഹലോ, വൈഫ് പറഞ്ഞോണ്ടിരിക്കുകയാണ്. ഞാൻ എന്റെ സ്വരമാണ്. ലേഡീസ് ഫസ്റ്റ് ആണ് കേട്ടോ. വൈഫ് പറഞ്ഞോണ്ടിരിക്കണേന്റെ ഇടയിൽ കയറി വർത്താനം പറയില്ല. എന്റെ സ്വരമാണിത്. എന്റെ സ്വരമാണ്, ഈ ഭർത്താവിന്റെ സ്വരമാണ് ഈ ഭാര്യ. നിഴലാണ്. 2 പെൺപിള്ളേരാ. 2 പെൺപിള്ളേരാണ്. അവരുടെ കല്യാണം കഴിഞ്ഞു. പിന്നീടാണ് ഈ ഭ്രാന്ത് തുടങ്ങിയത്. എല്ലാവർക്കും ഓരോ രീതിയിലുള്ള വട്ടാണ്. അതെ അതെ. ചിലര് പണം ഉണ്ടാക്കി അട്ടിയിട്ട് 500 1000 ഇല്ലാതെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ഞങ്ങള് കടക്കാർക്ക് കൊടുക്കാനേ ഉള്ളൂ. നമ്മള് പോയ സന്തോഷം നമുക്കുണ്ടല്ലോ. അതെ അതെ. നമ്മൾ ഇത്രയും രാജ്യം പോയി, അപ്പൊ അതാ സന്തോഷം നമുക്കുണ്ട്. പിന്നെ ആൺകൊച്ചുങ്ങളില്ലാത്തോണ്ട് പെൺപിള്ളേരെ കല്യാണം കഴിഞ്ഞാൽ ഞങ്ങളുടെ പ്രാരാബ്ദം തീർന്നു. പിന്നെ ഈ വഴി ഇങ്ങനെ പോവാ. മോഹനേടത്തിന്റെ ചിരി ഇപ്പോഴും ഹണിമൂൺ ആഘോഷിക്കുന്ന കപ്പിൾസിന്റെ ഇടയിലുള്ള ഒരു ചിരി ഉണ്ടല്ലോ, ആ ചിരി ഇപ്പോഴും ഉണ്ട്. കണ്ടോ? അതെ അതെ അതെ. ഞങ്ങൾ ഹണിമൂണാണ്
സ്വിറ്റ്സർലൻഡിൽ പോയത് ഓ സ്വിറ്റ്സർലാൻഡിൽ പോയി 60-ാം വയസ്സിൽ. 60-ാം വയസ്സില്. ഞങ്ങൾക്ക് 60-ാം വയസ്സിൽ കല്യാണം ഉണ്ട്, ശാന്തി കല്യാണം എന്ന് പറയും. 60-ാം വയസ്സ് ഷഷ്ടിപൂർത്തി. അത് ആഘോഷിച്ചില്ല, ഞങ്ങൾ അവിടെ പോയി അത് ആഘോഷിച്ചു. ഞങ്ങൾ അവിടെ പോയി അത് ആഘോഷിച്ചു. സ്വിറ്റ്സർലാൻഡിൽ പോയിട്ടാണ് അപ്പൊ എല്ലാരും രണ്ടുപേരും ആഘോഷിച്ചത്. വയസ്സാകാലത്ത് എന്തിനാ സ്വിറ്റ്സർലൻഡിൽ പോണേന്ന്. വയസ്സായാലും പ്രായം അപ്പൊ ഞാൻ കുറവാണെങ്കിലും പറഞ്ഞു, എന്താ കുഴപ്പം? നമ്മുടെ മനസ്സ് ചെറുപ്പമല്ലേ. മനസ്സ് ചെറുപ്പമാണ്. മെന്റലി വി ആർ വെരി യങ്. പിന്നെ ഓരോരുത്തരുടെ യോഗമാണ് പോണതും പോകാത്തതും. അതാണ് മോഹനടുത്ത് പറഞ്ഞൊരു കാര്യം, യോഗമാണ് മക്കളെ, യോഗം. പക്ഷെ ഞാൻ കല്യാണത്തിൽ പാട് ഒരു അറ്റ്ലീസ്റ്റ് സിനിമയ്ക്ക് പോലും വിടൂല. ആ ഒറ്റയ്ക്ക് ഞങ്ങൾ 5 പേരാ. ആ. പോണെങ്കിൽ എല്ലാവരും കൂടി പോയാൽ മതി എന്ന് പറയും. അത്ര വരുമാനം അച്ഛനില്ല. അപ്പൊ പിന്നെ അമ്മമ്മ പറയും, മോളെ നീ കല്യാണം കഴിഞ്ഞാൽ നിന്റെ ഭർത്താവ് എല്ലായിടും കൊണ്ടുപോകും. അപ്പൊ അമ്മൂമ്മന്റെ വാക്ക് ഫലിച്ചു. പാലിച്ചു. എത്ര വർഷമായി കല്യാണം കഴിഞ്ഞിട്ട്? 42. 42 വർഷം. 43. ഡിസംബർ 43. 9 42 40. 73 ഡിസംബർ 9-ാം തീയതി. ഈ ചായക്കടയിൽ നിന്ന് ലഭിക്കുന്ന തുച്ഛമായിട്ടുള്ള വരുമാനമാണ് സ്വരൂപിച്ച് കൂട്ടി വെച്ചിട്ട് ഇത്രയും വിദേശ യാത്രകൾ നടത്തുന്നത് അല്ലേ? എല്ലാരും ചോദിക്കണ ചോദ്യമാണ്. ആ. പക്ഷെ നമ്മളൊരു പണിക്കാരെ നിർത്തിയ ആ. അറ്റ്ലീസ്റ്റ് 700 രൂപ കൊടുക്കണം. അറ്റ്ലീസ്റ്റ് 700 കൊടുക്കണം. ഞങ്ങൾ 2 പേരും 1400 ഇല്ലേ? 2,400 ഉണ്ട്. അത് അവിടെ ലാഭിച്ചു കേട്ടോ. ഞങ്ങളുടെ ലാഭം വേണ്ടേ? ലാഭം വേണ്ടേ? ലാഭം. അതിന്റെ കൂടെ എന്റെ മോളെ മരുമോനെയും ചേർത്തു. മോക്ക് ജോലിയുണ്ട്, മരുമോനെ പുറത്ത് പോകണ്ട, ഞങ്ങളെ കൂടെ ഒപ്പം. ആ. പുറത്ത് പണിക്കാരെ നിർത്തി അവർക്ക് കാശ് കൊടുക്കണ്ടേ? അതെ. ഇങ്ങ- അപ്പൊ മരുമോന് കാശ് കൊടുക്കണ്ട? മരുമോനും കൊടുക്കും. പക്ഷെ നമ്മൾ വിശ്വാസമുള്ള അപ്പം നമ്മളെവിടെ എന്തും കൽപ്പിച്ച് നമുക്ക് പോവുകയും ചെയ്യാം. അതെ അതെ. അപ്പൊ ഈ കിട്ടുന്ന വരുമാനം കൊണ്ടാണ് എല്ലാ യാത്രകളും നടത്തിയിട്ടുള്ളത്. ചായക്ക് 5 രൂപ, കടി 5 രൂപ. പിന്നെ പഴംപൊരിക്കും ബോണ്ടയ്ക്കൊക്കെ വ്യത്യാസം ഉണ്ടാവും. പഴംപൊരിക്ക് എത്രയാ? പഴംപൊരിക്ക് 10 രൂപ, പഴംപൊരിക്ക് 10, ബോണ്ട 8 രൂപ. ബോണ്ട 8 രൂപ. ബോണ്ടയ്ക്ക് 8 രൂപ. എന്ത് 2 രൂപ കുറച്ച്? വെച്ചാല് നല്ല 1-ാം നമ്പർ കടലപ്പൊടിയാ. 1-ാം നമ്പർ കടലപ്പൊടിയാണ് മറ്റേ മക്കളെ. ഒരു ബജ്ജിക്കട ചേർക്കണ പോലെയല്ല. വന്നു നോക്കണം, ഒരു നമ്മുടെ 1.5 കട വന്ന് നോക്ക്. അങ്ങനെ സാധാരണ ഷോപ്പിൽ നിന്നൊന്നും കിട്ടണതൊന്നും അല്ല കേട്ടോ ഇവിടുന്ന് കിട്ടുക. ഞാൻ വേറൊരു കാര്യം കൂടെ കേട്ടിട്ടുണ്ട്. നിങ്ങളുടെ ടീ ഷോപ്പിലെ 3 വ്യത്യസ്ത സമയങ്ങളിലുള്ള ക്ലോക്ക് വെച്ചിട്ടുണ്ട്. ആ 3 അല്ല, പലതും ഉണ്ട്. ഇപ്പൊ 15 ക്ലോക്ക് ആക്കി. 15ഓളം ക്ലോക്ക് വെച്ചു. ഏതൊക്കെ രാജ്യങ്ങളുടെയാണ് വെച്ചിട്ടുള്ളത്? അത് കാനഡ മുതൽ ഇങ്ങേറ്റം. കാനഡ അവിടെ ആകുമ്പോൾ ഇങ്ങേറ്റം ഇവിടെ വരും. എവിടെ വരും? ബ്രസീൽ, അർജന്റീന, ചിലി വരും എന്ന് അത് തോന്നുന്നു. വെച്ചാൽ എനിക്കറിയാൻ പാടില്ല. എനിക്ക് അറിഞ്ഞൂടാ. 1 കിലോ ഉഴുതിന്റെ വട ഉണ്ടാക്കി എന്ത് ലാഭം കിട്ടും ചോദിച്ചാൽ എന്റെ ഭാര്യ പറഞ്ഞു. അതാണല്ലോ അറിയേണ്ടത്. എങ്ങനെ ഈ യാത്രകളോടുള്ള ഭ്രമം തുടങ്ങിയത് രണ്ടുപേർക്കും? ചെറുപ്പം തൊട്ടേ ഭ്രമമാണ്. ഞാൻ ജനിച്ചത് ചേർത്തലയാണ്, എന്റെ വൈഫ് ജനിച്ചത് എറണാകുളത്താണ്. എറണാകുളത്താണ്. എന്റെ അന്നത്തെ സ്വപ്ന ലോകം എറണാകുളമാണ്. ഞാൻ ഈ മറൈൻ ഡ്രൈവ് വരുന്നതിന് മുമ്പ് അവിടെ വന്ന് ഈ സീലോടൊക്കെ ഇങ്ങനെ എത്തി നോക്കിയിട്ടുണ്ട്. ഞങ്ങളുടെ ചേർത്തല ഈ 2 നില ബിൽഡിംഗ് പോലും ഇല്ലെന്ന്. അപ്പൊ എനിക്ക് എറണാകുളം സ്വപ്ന ലോകമായിരുന്നു. കപ്പല്, ബോട്ട്, പ്ലെയിന്, ട്രെയിന്. ഞങ്ങളുടെ ചേർത്തലയുള്ള ആ പടം കുറെ കെട്ടുവള്ളമുണ്ട്. കെട്ടുവള്ളം ഉണ്ട്. 3-4 ടാക്സിക്കാറുണ്ട്, ഒരു 5-8 ലൈൻ ബസ്സുകളും ട്രാൻസ്പോർട്ടും ഉണ്ട്. ആദ്യമായിട്ട് യാത്ര പോയത് എങ്ങോട്ടാ? അതുകൊണ്ട് ലോങ് യാത്ര പോകുന്നത് അല്ല, വിദേശത്തേക്ക് പോയിട്ടുള്ളത്? വിദേശത്തേക്ക് പോയത് 2007 ഡിസംബർ. 2007 ഡിസംബറിൽ എവിടേക്കായിരുന്നു? ഈജിപ്റ്റ്, ഇസ്രായേൽ, ജോർദാൻ, ഓ. പാലസ്തീൻ, അതായത് ഹോളി ലാൻഡ്. ഒരുമിച്ച് പോയി. ഒരു ഹോൾ പാക്കേജ് ആയിരുന്നു. ഹോൾ പാക്കേജ് 18 ദിവസം. അപ്പൊ ഇതെല്ലാം ട്രാവൽസ് മുഖാന്തരാണോ അതോ തനിച്ച് പോവാണോ? ട്രാവൽസ് മുഖാന്തരം. ട്രാവൽസ് മുഖാന്തരം. അപ്പൊ അതുകൊണ്ട് വേറെ പ്രൊസീജിയേഴ്സിന്റെ ഞങ്ങൾക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ബുദ്ധിമുട്ടില്ല. തനിച്ച് പോയാൽ ഞങ്ങൾ മണ്ടന്മാർ ലണ്ടനിൽ പോയി മതി. അവിടെ പോയി എന്ത് ചെയ്യാനാണ്? പോയതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള രാജ്യം ഏതാ? എനിക്ക് സ്വിറ്റ്സർലാൻഡ്. സ്വിറ്റ്സർലാൻഡ് ആണ് കേട്ടോ ചേച്ചിക്ക് ഇഷ്ടം. നല്ല മഞ്ഞുമലയും. നല്ല ഞങ്ങള് മഞ്ഞുമല. കേദാറിൽ പോയപ്പോ നടന്നു കയറി ഭയങ്കര അവസരപ്പെട്ടു. നടന്നു കയറി 16 കിലോമീറ്റർ. 16 കിലോമീറ്റർ നടന്നു കയറി. പക്ഷെ അന്നേരം അവശതയായിപ്പോ അത് അന്നേരം ആസ്വദിക്കാൻ പറ്റിയില്ല. അതുകൊണ്ട് ആസ്വദിക്കാൻ പറ്റില്ല, അവശത ആയത് കാരണം. 16 കിലോമീറ്റർ ഒക്കെ പിന്നെ നടന്നു കഴിഞ്ഞാൽ ആരായാലും അവശതയായി പോവില്ലേ? നമുക്ക് പിന്നെ അവിടെ നിന്നപ്പോ ശരിക്ക് ചായ പോലും കിട്ടാണ്ട് ഭയങ്കര മഞ്ഞ്. അത് ഇവിടെ പോയപ്പോ ശരിയായി. ശരിയായി. സ്വിറ്റ്സർലൻഡിൽ പോയി ഞങ്ങൾ സ്വിറ്റ്സർലാൻഡില്. സ്വിറ്റ്സർലാൻഡിൽ ഈ മഞ്ഞൊക്കെയാണ് കൂടുതൽ ഇഷ്ടം. ഭയങ്കര റൊമാൻറ്റിക് ആണ് ഇപ്പോഴും. ഞങ്ങൾ ബോളൊക്കെ ഉരുട്ടി അങ്ങോട്ട് എറിഞ്ഞു കളിച്ചു. മഞ്ഞിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും. 2 ഫോട്ടൊക്കെ ഇട്ടിട്ടാണ് ഭയങ്കര മഞ്ഞ്. അമേരിക്കയിൽ പോയിട്ടുണ്ടല്ലോ രണ്ടുപേരും അല്ലേ? അവിടുത്തെ യാത്രാനുഭവങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു? അത് 10 ദിവസം കൊണ്ട് ഒന്നും കാണാനില്ല. 10 ഇനിയും ദിവസം ഒന്നും പോണോന്നുണ്ട്. കാണാൻ പറ്റില്ല അല്ലേ? ഇനിയും പോണമെന്നുണ്ട്. 10 കൊല്ലത്തെ വിഷയം ഉണ്ടല്ലോ. അത് ശരിയാ, 10 കൊല്ലത്തെ വിസയാണ് കിട്ടുക. അപ്പൊ ഇനി പോകാൻ പ്ലാൻ ഉണ്ടല്ലേ? പിന്നെ ഇഷ്ടം പക്ഷേ അമേരിക്കയിൽ എവിടെയായിരുന്നു പോയത്? എവിടെ പോയാ എനിക്കറിയാൻ പാടില്ല. ലോസ് ഏഞ്ചൽസ്. ലോസ് ഏഞ്ചൽസിൽ പോയി. കാനഡയിൽ പോകാൻ പറ്റിയില്ല. കാനഡയിൽ പോകാൻ പറ്റില്ല. പോകാൻ പറ്റാത്ത സ്ഥലങ്ങൾ ആലോചിച്ചിട്ട് മോഹനടുത്തേക്ക് ഭയങ്കര വിഷമം. നായഗ്ര വാട്ടർഫോൾസ് ഉണ്ട്. നയഗ്ര വാട്ടർഫോൾസ് അതിന്റെ അകത്ത് കയറാൻ പറ്റിയില്ല. അന്തേ മഞ്ഞ് അവിടെ
മഞ്ഞ് ഇഷ്ടമാണ്, മഞ്ഞ് പെറുക്കി ഇങ്ങനെ പക്ഷേ അല്ല ബോട്ടിംഗ് ഞങ്ങള് ഇല്ലായിരുന്നു. പാക്കേജിൽ പോകുമ്പോ അവര് കൊണ്ടുവന്ന സ്ഥലത്തിന് പോകാൻ പറ്റുള്ളൂ. ആ ബോട്ടിംഗ് ഇല്ലായിരുന്നു. അവിടെ ആരെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് പോവാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ പൈസ ഉണ്ടായിട്ടും പിന്നെ കാര്യമില്ല. ഓസ്കാർ അവാർഡ് പോകാൻ നടക്കുന്ന പറ്റൂല. സ്ഥലം കണ്ടു. ആ ഓസ്കാർ അവാർഡ് വാങ്ങുന്ന സ്ഥലം കണ്ടു. അത് കണ്ടു. അവിടെ നമ്മളെ നടന്മാരൊക്കെ സ്റ്റാറൊക്കെ വരച്ച റോഡിലൊക്കെ ഷാരൂഖ് ഖാന്റെ ഒക്കെ ഫോട്ടോ കണ്ടിട്ടുണ്ട്. ഷാരൂഖ് ഖാന്റെ ഒക്കെ ഓരോ ഫോട്ടോ ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. ഒരേ ദിവസം അങ്ങോട്ടും ഇങ്ങോട്ടും പോയി. പിന്നെ എന്ത് കാണാനാ? ഇനിയും പോകണം. ദിവസങ്ങൾ പെട്ടെന്നായിരുന്നു അമേരിക്കയിലെത്തിയപ്പോ തീർന്നു. ഞങ്ങളുടെ ഏറ്റവും വലിയ അത്ഭുതം എന്താ അറിയോ, ഞങ്ങൾ ഇവിടുന്ന് 5:30 മണിക്ക് രാവിലെ പോകുന്നു, പുറപ്പെടുന്നു. ഇവിടെ നിന്ന് അബുദാബി ചെന്ന് അവിടെ നിന്ന് 9:30 മണിക്ക് വിടുന്നു. ഇവിടെ നിന്ന് 5:30 പുറത്ത് അബുദാബി എത്തി, അവിടെ നിന്ന് 9:30 വിടുന്നു. ഞങ്ങൾ ലോസ് ഏഞ്ചൽസ് ചെന്ന് 19 മണിക്കൂർ ഫ്ലൈറ്റ്, അവിടെയും 5:30 മണി. ആകെ അപ്പൊ ഒരു അത് കഷ്ടപ്പാടായി. രാത്രി കണ്ടില്ല, രാത്രി ആയില്ലെന്ന്. അതാണ് ഏറ്റവും വലിയ അത്ഭുതം ഞങ്ങളുടെ. 2 ദിവസം രാത്രി ഇല്ലാതെ അന്ന് ജീവിച്ചു. രാത്രി ഇല്ല. അല്ല, നിങ്ങൾ ഈ ടൂറൊക്കെ പോകുന്നത് ശരിയാണ്, പക്ഷെ എനിക്ക് അതിൽ ഭയങ്കരമായിട്ടുള്ളൊരു ദുഃഖം തോന്നിയൊരു കാര്യം എന്താണെന്നറിയോ, നിങ്ങൾ വേറെ ആരെയും കൊണ്ടുപോകണില്ല. വേറെ ആരല്ല പറഞ്ഞു കേട്ടോ, ഇവരെ കൊച്ചുമകൾ തന്നെ പറഞ്ഞു എൻ്റെ അടുത്ത്. അതല്ല, അവർക്ക് വിസ കിട്ടണ്ടേ? അവര് അമേരിക്കയിൽ പോണെങ്കിൽ വിസ കിട്ടാൻ പാടാ. അതൊക്കെ എന്നാലും വേറെ ഏതെങ്കിലും സ്ഥലത്തൊക്കെ അവര് തായ്ലൻഡിൽ കൊണ്ടുപോയി. തായ്ലൻഡിൽ കൊണ്ടുപോയി. തായ്ലൻഡിൽ പോയപ്പോ ആ. തായ്ലൻഡിൽ എവിടൊക്കെയാണ് പോയത്? പട്ടായ പോയി, പട്ടായ പോയി. ബാങ്കോക്ക്. ഇനി മോഹനടുത്തേക്ക് എവിടെ പോകാൻ ആഗ്രഹം? എനിക്ക് ചൈനയിൽ പോണം. ഇങ്ങനെ ചൈനയിൽ പോണം. ആ പിന്നെ എനിക്ക് അർജന്റീന, ബ്രസീൽ, ചിലി. ഒരാൾ അർജന്റീന, ബ്രസീൽ, ഒരാൾ ചൈന. അതൊക്കെ പോകാൻ പറ്റുമോ? പിന്നെ ഇത്രയും പോയ സ്ഥിതിക്ക് ഭക്ഷണം പിന്നെ പ്രശ്നം അവിടെ. ആ ചൈനയിലാകുമ്പോ പിന്നെ നമുക്ക് ചേരനെ തിന്നാം, ആനനെ തിന്നാം, അതല്ല, എല്ലാം തിന്നാം. പാക്കേജിൽ പോകുമ്പോ അവര് ചേനനെ തരൂല. അതൊക്കെ അറേഞ്ച് ചെയ്യും. അപ്പൊ എങ്ങനെ വെസ്റ്റേൺ കൺട്രീസിലൊക്കെ ഇതുപോലത്തെ ഏഷ്യൻ കൺട്രീസ് വേറെ സ്ഥലങ്ങളിലൊക്കെ ഞങ്ങൾ ചെല്ലുമ്പോ ചമ്മന്തിപ്പൊടി, അച്ചാർ കൊണ്ടുപോകും, റൈസ് കോമണ്ട് എല്ലായിടത്തും കിട്ടും. മലയാളി തണ്ട എവിടെ ചെന്നാലും ചമ്മന്തിപ്പൊടി കയ്യിലുണ്ട്. അല്ല, റൈസ് കോമൺ ആയിട്ട് കിട്ടും. റൈസ് കോമൺ ആയിട്ട് കിട്ടും. ഇതൊന്നും കിട്ടില്ല, ബ്രെഡും പാലും കുടിക്കും. ബ്രെഡും പാലും കൂടി പിന്നെ ജ്യൂസ് ഉണ്ടല്ലോ. അല്ല, ഒരു നേരം കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല. കഴിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, രാജ്യങ്ങൾ കാണണം, അത് മതി. അതാണ് ഏറ്റവും വലിയ ആഗ്രഹം. നമസ്കാരം. എന്നെ മനസ്സിലായോ? ഇല്ല എന്നെ മനസ്സിലായില്ലേ? ഇല്ല. നിങ്ങൾ മാറിയില്ലേ? എന്നെ മനസ്സിലായില്ലേ? അറിയാം. അയ്യോ, അറിയാലോ. ആരാ? അറിയാം. ഞാനാണ് ലോകപ്രശസ്തനായ ടോണി കുട്ടൻ. ടോണിക്കുട്ടനോ? ആ, അയ്യേ, എന്നെ ലോകപ്രശസ്തനായ ആൾക്കാരായി നിൽക്കുന്നത് എന്റെ ചങ്കുകളാ. എന്റെ വില എന്റെ ഹൃദയത്തിലുണ്ട്. ഇവർ രണ്ടുപേരും. ഇവര് ആ, അല്ല, ഇവരെങ്ങനെ ലോകപ്രശസ്തനാക്കി? എങ്ങനെയാണോ ഇവരുടെ കടയിൽ നിന്ന് ഒരു 350 രൂപ പറ്റി. അതറിയാത്ത ഈ ലോകത്തൊരു ഒറ്റ മനുഷ്യനില്ല. എന്തിനേറെ പറയുന്നു, വാഷിംഗ്ടണിൽ കിടക്കണ എന്റെ അളിയന്മാരെ അറിഞ്ഞു. അവൻ എന്നെ ഫോൺ ചെയ്ത് ചോദിച്ചേക്കണു, നിനക്ക് നാളെയല്ലടാ 350 രൂപ പറ്റിട്ട് പോയി തൂങ്ങിച്ചകടാ. അപ്പൊ അളിയൻ ആ, വാഷിംഗ്ടണിലാണ്. അളിയൻ വാഷിംഗ്ടണിലാ. അവിടെ എന്താ ജോലി? വാഷിംഗ് ടൺ കണക്കിന് തുണി അലക്കുന്ന പരിപാടിയാ. ഓ, അപ്പൊ അളിയൻ അലക്കുമല്ലേ? അളിയൻ അലക്കിയില്ലെങ്കിൽ പെങ്ങളെടുത്തിട്ട് അലക്കും. മനസ്സിലായോ? ആ, അതെ, ഞാൻ വന്നത് എന്നാ വെച്ചാൽ നിങ്ങളെ പല അന്വേഷിച്ച് നടന്നു കഴിഞ്ഞാൽ പറഞ്ഞു നിങ്ങൾ സർക്കിട്ട് പോയേക്കാന്ന്. ഇന്ന് ഇവിടെ വരുന്നുണ്ടെന്ന് അറിഞ്ഞ് വന്നാൽ അതെ, നിങ്ങൾക്ക് തരാനുള്ള 350 രൂപ എന്നാ പിടിച്ചേ, ബാക്കി എടുത്തു തന്നെ. ഇതെന്തുവാ ഇത്? അത് പൈസ. ഈ പൈസ ഇപ്പൊ എടുക്കൂല. പൈസ എടുക്കൂലെന്നോ? നിരോധിച്ച ഇത് പൈസ അല്ലേ? നിരോധിച്ച അത് പൈസയല്ലേ? വാങ്ങിക്കൊണ്ടോളൂ. അത് തന്നെത്താൻ കൊടുത്താ പറ്റി. എന്റെ എന്തിനാ ഏൽപ്പിക്കുന്നേ? അത് വാങ്ങിക്കൊടുത്താൽ മാറും. ബാങ്ക് മാറിയിട്ടുണ്ട്, അല്ല, വന്നാൽ മതി. ചേട്ടന് വാങ്ങിക്കൊടുത്തൂടെ അങ്ങനെയാണെങ്കിൽ? ഞാനോ? ആ, ഒരുപാട് കേസ് കയറി കിടക്കുക. ഇനി ബാങ്കിൽ കൊണ്ട കള്ളനോട്ട് കൊണ്ട് കൊടുത്തെന്നും പറഞ്ഞ് വേറെ കേസ് വരാനാണോ? എന്നാ പൊന്നെ, എന്നെ ചെറ്റിക്കല് കാണിച്ചു തന്നെ വലിയ പോലെ. നിങ്ങൾ വലിയ കാര്യമൊന്നും പറഞ്ഞ സർക്കിട്ടൊക്കെ ഇഷ്ടം പോലെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഞാൻ ചെക്കസ്ലോവയ്ക്ക പോയിട്ടുള്ള. എവിടെ? ചെക്കസ്ലോവയ്ക്ക. ചെക്കോസ്ലോവാക്യ. ആ, ഞാൻ പോയിട്ടുണ്ട്. ചേട്ടനോ? ഞാൻ പോയിട്ടുണ്ട് ചെക്കസ്ലോവയ്ക്കൊക്കെ. ശരിക്കും? ആ, എന്നാ ചെക്കോസ്ലോവാക്യന്റെ സ്പെല്ലിംഗ് പറ. അയ്യേ, പറ്റിച്ച ഗോവയ്ക്കാ പോയത്. ഞാൻ ഗോവയ്ക്കാ പോയത്. പറ്റിച്ചത്. അയ്യേ, അല്ല, ഈ ചേട്ടന് ഇവരുടെ പൈസ കൊടുക്കാത്ത വലിയ മോശാട്ടോ അത്. പൈസ കൊടുക്കാത്തോ? പിന്നെ അല്ലാതെ? ഞാൻ പൈസ ആയിട്ട് ചെന്നതാന്നേ. ചെന്ന് കഴിഞ്ഞപ്പോൾ പറഞ്ഞു ഇവര് സർക്കിട്ട് പോയേക്കാന്ന് പറഞ്ഞു, വേറെ രാജ്യത്തെക്കാണ്ട് പോയേക്കാന്ന് പറഞ്ഞു. പിന്നെ എങ്ങനെയാ പൈസ കൊടുക്കും? എന്താണെങ്കിലും കടം മേടിച്ചതല്ലേ, തിരിച്ചു കൊടുക്കണ്ടേ? കടം മേടിച്ചോ? അല്ല, അവിടുന്ന് ഭക്ഷണം കഴിച്ചിട്ട് ഒന്നും പറയാതെ അവിടുന്ന് ഇറങ്ങി പോയല്ലോ. പറയാതെ ഇറങ്ങി പോന്നു. ഇത് കേക്ക്, ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് എഴുതി വന്നപ്പോ എഴുതി വെച്ചേക്കണു കടം പറയരുതെന്ന്. ആ, ശരിക്കും ഞാൻ കടം പറയാൻ വന്നതാ, അല്ല പറയാതെ അങ്ങ് ഇറങ്ങിപ്പോയി. സത്യസന്ധ ഞാൻ ചെയ്തു, അത്രേ ഉള്ളൂ. അല്ല, ഞാനൊന്നും ചെയ്തിട്ടില്ല, സത്യമായിട്ടുള്ള കാര്യമാണ്. എന്തായാലും ചേട്ടൻ ഇവരുടെ കടയിൽ പോയിട്ടുണ്ടല്ലോ അല്ലേ? ഞാൻ പോയിട്ടുണ്ടോ? എങ്ങനെയുണ്ട് ഇവരുടെ കട? കടയൊക്കെ സൂപ്പർ കടയല്ലേ. സൂപ്പർ അല്ലേ? നമ്മൾ ഇഡ്ഡലി ഉണ്ടോന്ന് ചോദിച്ചാൽ പറയും ഇറ്റലിയിൽ വിശേഷം പറയും. ആ, അപ്പൊ തന്നെ ഇറ്റലിയിൽ വിശേഷം പറയും. ഇറ്റലിയിൽ എന്തൊക്കെ ഉണ്ടെന്ന് ചോദിച്ചാൽ അപ്പൊ പറയും ഇഡ്ഡലിക്ക് കടലയുണ്ട്, സാമ്പാറുണ്ട് എന്ന് പറയും. ഈ രാജ്യത്തിന്റെ പേര് വിട്ടുള്ള ഭക്ഷണമൊക്കെ ഇവിടെ. അതൊക്കെ ശരിയാണ്, പക്ഷെ ഇപ്പൊ ഇവിടെ വന്നതിന്റെ അല്ല, ഉദ്ദേശം ഞാൻ എന്താ? വന്നതേ, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഒരു 3 മാസമേ ഉള്ളൂ. എന്റെ പെണ്ണുമ്പിള്ള കൊണ്ട് പോകാൻ ഒത്തിരി സ്ഥലങ്ങളൊക്കെ ഞാൻ പോയി. ഓ, 6 മാസം പണിയെടുക്കും ഞാൻ. ആ പൈസ കൊണ്ട് എന്റെ പെണ്ണുമ്പിള്ള ടൂർ കൊണ്ടുപോകും. ഈ പ്രാവശ്യം എങ്ങോട്ടാ പോകുന്നത്? ബ്രസീൽ. ബസ്സിലൊക്കെയാണോ പോണേ അങ്ങോട്ട്? അല്ല, ബ്രസീല്. ബ്രസീൽ. ആ, ബ്രസീൽ രാജ്യം. അതെ, ഞാൻ ഒരു കാര്യം പറയാണ്ട് വന്നാണ്. ഈ ബ്രസീലിലേക്ക് പോവാണെങ്കിൽ എന്റെ വൈഫിനെ കൂടെ ഒന്ന് കൊണ്ടുപോകണം. പൈസ ഒക്കെ ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആണല്ലേ? ആ, ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പൊ ചേട്ടൻ പോണില്ല? ഞാൻ പോകുന്നില്ല, അവൾക്ക് പോകണമെന്ന് ഒരു ആഗ്രഹമുണ്ട്. അവളെ പോക്കോട്ടെ.
നല്ല ഭർത്താവാണ് കേട്ടോ. ഭാര്യക്ക് ഇഷ്ടമുള്ള സ്ഥലത്ത് ടൂറ് വിടുന്ന ഒരു ഭർത്താവ്. നമുക്ക് നല്ലൊരു ക്ലാപ്പ് തന്നെ കൊടുക്കാം. അത് ചേട്ടാ, അതെ പോകുമ്പോൾ വേറൊരു കാര്യമുണ്ട്. അവളെ ആ ജംഗ്ഷനിൽ ബ്രസീൽ ജംഗ്ഷനിൽ അങ്ങ് ഇറങ്ങുമ്പോൾ കണ്ണ് കെട്ടിയിട്ട് കറക്കി അങ്ങ് വിടണം. തിരിച്ചു വരരുത്. അയ്യോ, അതെന്തിനാ? അതെന്തിനാ? അവളിനി തിരിച്ചു വരരുത്. അപ്പൊ ഭാര്യ ഒഴിവാക്കാനാണല്ലേ? ഒഴിവാക്കോ, മടുത്തു. എനിക്കും ജീവിക്കണ്ടേ. പിന്നെ നിങ്ങൾ പോണ ഡേറ്റ് ഒന്ന് വിളിച്ച് പറഞ്ഞേക്കണം. ഞാൻ എയർപോർട്ടിൽ പെണ്ണുമ്പോൾ റെഡിയാക്കി നിർത്തിക്കോളാം. ഓക്കെ ഓക്കെ. ഓക്കെ. വിദേശ രാജ്യങ്ങളിൽ മാത്രമല്ല നിങ്ങൾ രണ്ടുപേരും പോയിട്ടുള്ളത്, ഇന്ത്യക്കകത്തും ഒരുപാട് സ്ഥലങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് അല്ലേ? എവിടേക്ക് പോയിട്ടുള്ളത്? ഹരിദ്വാർ, ഋഷികേശ്, ബദ്രീനാഥ്, കേദാർനാഥ്, ഗംഗോത്രി, യമുനോത്രി, വാരണാസി, ഗയ, പട്ന, ജയ്പൂർ, ആഗ്ര, മധുര, തേളാങ്കണ്ണി, തൂത്തുക്കുടി, ഡൽഹി, ഹരിദ്വാർ, മധുര. ഇന്ത്യയിൽ പോവാത്ത ഏതെങ്കിലും സ്ഥലം ബാക്കിയുണ്ടോ? ഇഷ്ടം പോലെ ഉണ്ട്. ഇഷ്ടം പോലെ ഉണ്ട്. പിന്നെ ഒരു ജന്മം മുഴുവൻ എടുത്ത് നമ്മുടെ ഭാരതം കണ്ടു തീർക്കാൻ പറ്റുമോ? അപ്പൊ വിദേശ യാത്രയ്ക്ക് ഒരുപാട് സാമ്പത്തിക ആവശ്യമാണല്ലോ. അപ്പൊ വേറെ ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നുണ്ടോ പോവാൻ വേണ്ടിട്ട്? അല്ല നിങ്ങൾ മാത്രം സമ്പാദ്യമാണോ? അമേരിക്കയിൽ പോകാൻ വേണ്ടി ഞങ്ങൾക്കൊരു ഫാനുണ്ട്. ഓ, ഫാൻ ഉണ്ട്. മിസ് ഹരിത ജേർണലിസ്റ്റാണ്. ജേർണലിസ്റ്റ് ആണ്. 2 ലക്ഷം രൂപയോളം കിട്ടി. 2 ലക്ഷം രൂപയോളം തന്നു അല്ലേ? 2,70,000 രൂപ. പലരും. ഒരാളല്ല, അമിതാഭ് ബച്ചൻ 50,000 രൂപ അയച്ചു തന്നു. അമിതാഭ് ബച്ചൻ 50,000 റുപ്പീസ് അയച്ചു കൊടുത്തു. അനുപം ഖേർ 50,000 രൂപ അയച്ചു തന്നു. ശശി തരൂർ 25,000 രൂപ അയച്ചു തന്നു. അത് ഞങ്ങൾ ആരെയും കണ്ടിട്ടില്ല. അല്ല, തരാൻ എന്താന്നറിയാമോ, കടയിൽ വന്ന് എപ്പോഴും ചോദിക്കും ഇനി എങ്ങോട്ടാ പോണേന്ന്. എനിക്ക് ഭ്രാന്ത് കയറി. ഞാൻ പറഞ്ഞു ഇനി അങ്ങോട്ട് പോകാൻ കാശില്ല, ആരെങ്കിലും സഹായിക്കാൻ പോകാം, ആരെങ്കിലും സ്പോൺസർ ചെയ്യെങ്കിൽ പോകാന്ന് പറഞ്ഞു. അമേരിക്കയെ കൊണ്ടുപോകാൻ 3-4 പേരൊക്കെ പ്ലാൻ ഇട്ട്. പക്ഷെ എനിക്ക് അവരൊപ്പം പോകാൻ എനിക്ക് പേടി. അങ്ങനെയാണ് സോമൻസ് വഴി. അപ്പൊ അവര് പറഞ്ഞു ഒരു ലേഡി പറഞ്ഞു 2 ടിക്കറ്റ് എന്റെ ഭാര്യയ്ക്ക് ബുദ്ധിയുണ്ട്. അമേരിക്ക കൊണ്ടൊരു പാസ്പോർട്ട് വാങ്ങിച്ചു അവിടെ പരിപാടി ഉണ്ടാക്കണ്ടേ? നമ്മളവിടെ കിടക്കൂലേ. അപ്പൊ അങ്ങനെ പോകണ്ട, അവര് രാജ്യമൊക്കെ കാണിക്കാം, 10-15 ദിവസം അവിടെ നിന്നാൽ മതി. ഞാൻ പറഞ്ഞു അയ്യോ എനിക്ക് പേടിയാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെയാണ് അവര് പൈസ ഒക്കെ കുറേ അങ്ങനെയാണ് അവര് പൈസ അയച്ചു തന്നത് അല്ലേ? ചില സിനിമകളൊക്കെ കാണുമ്പോൾ നമുക്ക് ആഗ്രഹം തോന്നുമല്ലോ, അയ്യോ ഇതുപോലത്തെ സ്ഥലത്ത് എന്തായാലും പോകണം, ഈ സ്ഥലം ഏതായിരിക്കും എന്നൊക്കെ തേടി കണ്ടുപിടിക്കാറുണ്ടോ അങ്ങനെ സിനിമ കണ്ടിട്ട്? ദിൽവാലിയ ദുൽഹനിയ ലേ ജായെങ്കിൽ എവിടെ ഒരു ഇതുണ്ടല്ലോ, ആ ലണ്ടൻ തേംസ് നദിക്കരയിൽ ഓരോ പാട്ട് സീനുണ്ട്. അത് കണ്ടപ്പോൾ ലണ്ടൻ കാണും. പക്ഷെ ലണ്ടൻ എനിക്ക് പണ്ട് പോലെ അറിയാം, മനസ്സിലറിയാം. ഡൗൺ നമ്പർ 10-ാം നമ്പർ സ്ട്രീറ്റ്, പ്രധാനമന്ത്രി വസതി, വെസ്റ്റ്മിൻസ്റ്റർ ആബി ചർച്ച്, ബിഗ് ബെൻ, തേംസ് നദിക്കര പാലം, ഇതൊക്കെ എനിക്ക് പണ്ട് പോലെ അറിയാം. ഞാനൊക്കെ ഭാവന കാണും. അല്ല, ഞാൻ സാധാരണ കണ്ടിട്ടുള്ളത് ഇപ്പൊ എല്ലാ പാരന്റ്സും ആണെങ്കിൽ മക്കൾക്ക് വേണ്ടി സമ്പാദ്യം മുഴുവൻ അവര് ഇപ്പൊ എന്തൊക്കെ തന്നെ ആണെങ്കിലും മക്കളൊക്കെ വലുതായെങ്കിലും വീണ്ടും സമ്പാദിച്ച് അത് മക്കൾക്ക് വേണ്ടി സ്വരുക്കൂട്ടി വെക്കാണ് ചെയ്യുക. പക്ഷെ വളരെ വ്യത്യസ്തമായിട്ട് നിങ്ങൾ രണ്ടുപേരും. അല്ല, എല്ലാരും ചോദിക്കുന്ന ചോദ്യമാണത്. മക്കൾക്ക് വേണ്ടി 2 വീടുണ്ട്, 2 മക്കളേ ഉള്ളൂ, 2 പെൺമക്കളാണ്. പിന്നെ അവര് സമ്പാദിക്കട്ടെ, അതാണ് ശരിക്കും വേണ്ടത്. അവരുടെ കല്യാണം കഴിഞ്ഞ് പേരക്കിടാൻ വയസ്സ് 21 നമ്മൾ മക്കൾക്ക് വേണ്ടി അധികം സമ്പാദിച്ചു വെക്കാൻ മടിയന്മാരാവും മക്കള്. ഞങ്ങൾ 0 ആയിരുന്നു. കല്യാണം ഇതൊക്കെ ഉണ്ടാക്കി. അല്ല, അപ്പൊ അവർക്ക് ബാധ്യത ഒന്നും ഉണ്ടാക്കൂല. ഇല്ല വേണമെങ്കിൽ 5 ലക്ഷം രൂപ അവർക്ക് കടം ഉണ്ടാക്കി വെക്കും. അതെങ്ങനെയാ വെച്ചാൽ എന്റെ വീടിന്റെ ആധാരം സ്ഥിരമായിട്ട് ബാങ്കിലിരിക്കുകയാണ്. ആണോ? അതെന്തിനാ? ടൂർ പോകാൻ വേണ്ടി. അത് തീരും, അടുത്ത വാങ്ങിക്കും. അപ്പൊ ബാങ്കുകാരെ ക്ലോസ് ചെയ്യണ്ട മാഡം, ക്ലോസ് ചെയ്യണ്ട. വീടിന്റെ ആധാരം പണയം വെക്കുന്നു, തിരിച്ചെടുക്കുന്നു, പണയം വെക്കുന്നു, തിരിച്ചെടുക്കുന്നില്ല, വീണ്ടും പൈസ എടുക്കുന്നു. അവര് ക്ലോസ് ചെയ്താൽ തരില്ല. പിന്നെ ക്ലോസ് ചെയ്യാതെ അങ്ങനെ വേണ്ടി എടുത്തോണ്ടിരുന്ന തീരുമ്പോ എങ്ങനത്തെ മണ്ടന്മാരുണ്ടാ? അതാണ് ആൾക്കാർ ചോദിക്കുന്നത്. സ്നേഹത്തിൻ പൂഞ്ചോല തീരത്തിൽ നാം എത്തും നേരം, ഇന്നേരം മോഹത്തിൻ പൂനുള്ളി മാലിന്യങ്ങൾ പോറ്റുന്ന കാലം, പൂക്കാലം. നമ്മുടെ സൂരജല്ലേ? എന്താ പറ്റിയത്? മിണ്ടല്ലേ പ്രശ്നമാണ്. മിണ്ടരുത്, ഉണർത്തിയ വിഷയം. പ്രശ്നം ഇവൻ ഇവിടെ ഓടിച്ചാടി നടക്കുന്നവനല്ലേ? അല്ലത് വിഷയമാണ്, ഉണർത്തിയ വിഷയം. താഴെ ഇറക്ക് മുസ്തഫാക്ക. ഇതെന്തൊരു കട്ടോന്ന് ബാബു. അല്ല, ഈ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഞാൻ ഒരു കാര്യം പറഞ്ഞു തുടങ്ങുമ്പോഴത്തെ അതിന്റെ കാണിക്കുന്നത് പെരുകും. ഞാൻ കേട്ടാനും മിണ്ടേ പോരുത്. ഞാൻ പറഞ്ഞാക്കാൻ ഞാൻ നാക്കാൻ ചവിട്ടി പിടിച്ചെടുക്കത്തുള്ളൂ. മിണ്ടരുത്, ഞാൻ പറയുന്നത് തീർന്നവരെ കേട്ടാ. അല്ല, ഈ പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ യവന്റെ സ്കൂളിൽ നിന്ന് എല്ലാവരും ടൂറിന് പോയി, പക്ഷെ യവനെ കൊണ്ടുപോയില്ല. അപ്പൊ അപ്പോൾ തുടങ്ങിയ കരച്ചിലും വിഷമം എന്തോ ചെയ്യാനെന്ന് പറയുന്നത്. എങ്ങോട്ടാടാ ടൂർ പോയത്? പറഞ്ഞു പറഞ്ഞ എങ്ങോട്ടാ ടൂർ പോയെന്ന് ചോദിച്ചാൽ പറഞ്ഞോളൂ. എടാ ചോദിക്കുന്നേട്ടാ, എങ്ങോട്ടാ ടൂർ പോയ സ്ഥലത്തിന്റെ പേരാ അവർ ചോദിക്കുന്നത്, പറഞ്ഞോളത്.
എടാ പഴം പിഴിയൊക്കെ പറഞ്ഞു കൊടുക്കാറുണ്ട് എങ്ങോട്ടാ പോയെന്ന്. ദാ, സൂരജ്, സൂരജ്. ദാ, സൂരജ്. സോറി, ഒരു ഫ്ലോക്ക് അങ്ങനെ പറഞ്ഞു പോയതാ. ആ, അല്ല നീ എങ്ങോട്ടാ ടൂർ പോവാൻ പ്ലാൻ ചെയ്തിരുന്നത്? താജ്മഹല് എന്നെ കൊണ്ടുപോയില്ല. അയ്യോ, എന്റെ സ്കൂളിൽ എല്ലാരും പോയി, എന്നെ മാത്രം കൊണ്ടുപോയില്ല. അതെന്താ കാര്യം കൊണ്ടുപോകാ? ഇതാ കയ്യിരിപ്പ് ഇരിക്കുക. അങ്ങനെ എന്നെ കൊണ്ടുപോകാൻ ഇതാ അല്ല കയ്യിരിപ്പ്. നീ ഇപ്പൊ ഇനി അതിനെപ്പറ്റി ആലോചിച്ചിട്ട് ഒന്നും ടെൻഷൻ അടിക്കണ്ട. നിന്നെ ടൂർ കൊണ്ടുപോകാൻ പറ്റിയ ആ രണ്ടാളുകളാ എന്റെ അടുത്ത് നിൽക്കുന്നത്. ആരാണ്? മോഹനേച്ചിയും വിജയേട്ടനും. ഇവർ രണ്ടുപേരും ചായക്കട നടത്തി അതിൽ നിന്ന് കിട്ടുന്ന പ്രോഫിറ്റ് ഉണ്ടല്ലോ, ആ പ്രോഫിറ്റ് ഉപയോഗിച്ച് വിദേശ രാജ്യങ്ങളെല്ലാം കറങ്ങിയടിക്കുന്ന രണ്ടാളുകളാണിത്. ഇതെനിക്ക് അറിയാം സംഭവം. അതാണല്ലോ ഇതിനെ ചുവന്നുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതുപോലെ ഈ ടൂറിന്റെ കേസ് പറഞ്ഞു എന്റെ ഒരു അനിയച്ചാറുണ്ടായിരുന്നു ഇതുപോലെ ചായക്കട നടത്തുന്ന ഒരാളാണ്. ആണോ? അപ്പൊ പുള്ളി ലാഭം കിട്ടിയിട്ട് ഇങ്ങനെ ടൂർ പോകുന്ന ആളല്ലേ? അല്ലല്ല, അവ ഈ ചായക്കട നടത്തി നട്ടം വന്നപ്പോ രാജ്യം വിട്ടു പോയ ആളാ. പിന്നെ എവിടാന്ന് അറിഞ്ഞുകൂടാ, നമ്മളിപ്പോ തിരക്കാനല്ല പറ്റി എവിടാന്നുള്ള അറിഞ്ഞുകൂടല്ലേ. അയ്യോ, പേരെന്തുവായിരുന്നു? വിജയൻ. ആ, എന്തുവായിരുന്നു? ആ, അപ്പോഴേ പിന്നെ എനിക്കൊരു ആഗ്രഹമുണ്ട്. കാരണം യവനെ ഒന്ന് ടൂർ കൊണ്ടുപോകണം എവിടെങ്കിലും. അത് വലിയൊരു ആഗ്രഹം. എങ്ങനെയാലും ഇവനെ ഒന്ന് ടൂർ കൊണ്ടുപോകണം എന്നുള്ള വലിയൊരു ആഗ്രഹം. എന്നെ താജ്മഹൽ കാണിക്കണം. അറിയില്ലേ? നിർത്ത് നീ. ഈ ടൂർ പോകുമ്പോഴേ നന്നായിട്ട് പഠിക്കാൻ വേണം. ആ, വീട്ടിൽ നിന്ന് പഠിക്കണ്ടല്ലോ എന്ന് ആലോചിച്ചിട്ടാ ടൂർ എങ്ങനെയെങ്കിലും പോവാനേ. അപ്പൊ അവിടെ നിന്ന് പഠിക്കണോ? ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. നമ്മൾ പോകുന്ന സ്ഥലങ്ങളുണ്ടല്ലോ അതിനെ കുറിച്ച് പഠിക്കണം എന്നാ പറഞ്ഞത്. ആ, അത് പഠിക്കാം, അത് പഠിക്കാം. നീ ഇപ്പൊ എവിടെ പോവാൻ ഉദ്ദേശിച്ചത്? താജ്മഹൽ ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നാണ് അല്ലേ? ആ, അതെ അതെ. എന്തുകൊണ്ടാണത് ലോക മഹാത്ഭുതങ്ങളിൽ ഒന്നായതെന്ന് അറിയോ? ആ, അത് സിമ്പിൾ അല്ലേ? ആ, പറ. നമ്മുടെ ഇന്ത്യ ലോൺ എടുക്കാതെ അത്രയും വലിയൊരു കെട്ടിടം പണിതില്ലേ, അതെന്റെ വലിയൊരു അത്ഭുതല്ലേ? അങ്ങനെയാണ് അത് അത്ഭുതമായത്. അതല്ല ചോദിച്ചത്. അതായത് ഈ ഷാജഹാൻ എന്തിനാണ് ഈ താജ്മഹൽ പണിതെന്ന് അറിയാമോ? ഇല്ല, അറിയില്ല. ആ, അത് ഞാൻ പറഞ്ഞുതരാം. അതായത് ഈ ഷാജഹാന്റെ പ്രണയിനിയായ മുംതാസിന്റെ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. തന്റെ മരിച്ചുപോയ പ്രണയിനിക്ക് വേണ്ടിയിട്ടാണ് ഷാജഹാൻ താജ്മഹൽ പണിതത്. ഇത്രയും പൈസ മുടക്കിയിട്ട്. ആ, മനസ്സിലായി. ഇത്രയും പൈസ മുടക്കി താജ്മഹൽ പണിതെന്ന് വെച്ചാൽ ഓർമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. അപ്പൊ അതിൽ നിന്ന് നമുക്ക് എന്ത് മനസ്സിലാക്കാം? കയ്യിൽ പൈസ ഉണ്ടെങ്കിൽ മരിച്ചുപോയ പ്രണയിനിക്ക് വേണ്ടി നമുക്ക് താജ്മഹൽ കെട്ടാം. പക്ഷെ കയ്യിൽ പൈസ ഇല്ലെങ്കിലാ ജീവിച്ചിരിക്കുന്ന പ്രണയിനിയെ കെട്ടാൻ പോലും പറ്റത്തില്ല. അതാണ് നമ്മുടെ വ്യത്യാസം. മനസ്സിലായ? അതങ്ങനെ ഭയങ്കര ഒരു വ്യത്യാസമുണ്ട്. ടൂർ പോയിട്ടുണ്ട്? അത് പിന്നെ ടൂർ പോയിട്ടുണ്ടായിരുന്നു. ഞാൻ കല്യാണം കഴിഞ്ഞ എന്റെ ഭാര്യ സൈനബാദാണ് ഭാര്യയുടെ പേര്. ഞങ്ങൾ ഈശാവിശാണെന്നാലും കുഴപ്പമില്ല. അപ്പൊ ഈ കല്യാണം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ രണ്ടുപേരും ടൂർ പോകാണ്ട് പ്ലാൻ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് ഈ ഊട്ടി ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ പറഞ്ഞു നമുക്ക് ഊട്ടിക്ക് പോവാം. അപ്പൊ അവളെ ഒറ്റ നിർബന്ധം നമുക്ക് കൊടൈക്കനാലിൽ പോകാം. അങ്ങനെ അതേ ഒന്നും രണ്ടും പറഞ്ഞ് വാക്ക് പറക്കുമായി അടിയും പിടിയായി ആകപ്പാടെ വിഷയമായി. അങ്ങനെ ഭയങ്കര വിഷയമായി. എന്നിട്ട് അവസാനം ഈ നാട്ടുകാരെല്ലാം കൂടെ ചുമന്ന് എന്നെ വണ്ടിക്കകത്ത് ആശുപത്രിയിൽ കൊണ്ടിട്ട്, എന്നിട്ട് ആ വണ്ടിയുടെ ഡ്രൈവറോട് എന്റെ ഭാര്യ കൊടൈക്കനാലിൽ പോയി. എന്നിട്ട് 2 ആഴ്ച കഴിഞ്ഞ് പനിയും പിടിച്ച് കയറി വന്നിരിക്കുന്നു. ഞാൻ സ്വീകരിക്കാറില്ല. അപ്പോഴേ പറയാത്ത കയറ്റി കഥ നടത്തി. അപ്പോഴേ എനിക്കൊരാഗ്രഹം, ഞാൻ നേരത്തെ പറഞ്ഞാൽ യവനെ ടൂർ കൊണ്ടുപോകണം. എന്നെ കുഴപ്പമില്ല, എന്നെ കൊണ്ടുപോയില്ലെങ്കിലും കുഴപ്പമില്ല, യവനെ ടൂർ കൊണ്ടുപോകണം. ഏറ്റോ അപ്പൊ അടുത്ത ഏതാണ് രാജ്യം? അർജന്റീന. അർജന്റീന. ഓക്കെ. ആ, മെസ്സിനെ കാണാൻ. പക്ഷെ വേറെ കേസറ അവിടെ ഈ ഫുട്ബോൾ കളിയുണ്ട്. അപ്പൊ അതിന്റെ ഇടയ്ക്ക് ഒന്ന് കയറി കൊടുക്കരുത്. അവൻ ഫുട്ബോളാന്ന് പറഞ്ഞ കാര്യം ഇടയ്ക്ക് അടിക്കും. മനസ്സിലായി? ചെന്ന് കയറരുത്. അപ്പൊ ഇവനെ അർജന്റീനയെങ്കിൽ അർജന്റീന ഇവനെ ഒന്ന് ടൂർ കൊണ്ടു തരണം. കൊണ്ടുപോകണേറ്റു കാശ്. ഞങ്ങൾ രണ്ടുപേരും പോകാനുള്ള കാശ് ഞങ്ങൾ തയ്യത്തുള്ളൂ. ഞാനിപ്പോ കാശ് കുറെ വേണം. കാശ് വേണമല്ലേ? അതിപ്പോ ഒരു കാര്യം ചെയ്യണം. ഇപ്പൊ കാശില്ലാതെ നിനക്ക് പോകാനൊക്കത്തില്ല. അപ്പൊ അങ്ങനെയാണ് നിന്നെ ഞാനൊരു സ്ഥലത്തോട് ഞാൻ ടൂർ കൊണ്ടുപോകാം. ആ, അത് പക്ഷേ വണ്ടിയില്ല, വള്ളമില്ല, ഫ്ലൈറ്റും ഇല്ല. എന്റെ ഈ തോള ചുമന്ന് ഞാൻ നിന്നെ കൊണ്ടുപോകുന്നു. കോട്ടതാ. ശരി. പൂഞ്ചോല തീരത്തിൽ നാം എത്തും നേരം ഇന്നേരം. ഇപ്പൊ നിങ്ങള് ഒരുപാട് രാജ്യങ്ങൾ ഇനിയും പോവാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഈ ആഗ്രഹിക്കുന്ന എല്ലാ രാജ്യങ്ങളും രണ്ടുപേർക്കും പോവാൻ പറ്റട്ടെ എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്, ആശംസിക്കുകയാണ്. അല്ല, ടൂർ പോയിട്ട് ഇത്ര പെട്ടെന്ന് ഇങ്ങോട്ട് വന്നോ? അല്ല, അവൻ അവിടെ കിടന്ന് ഉറങ്ങട്ടെ. അത് കഴിഞ്ഞ് ഞാൻ ടൂർ കൊണ്ടുവന്ന് കൊച്ചു പയ്യല്ലേ ചേർന്ന് ഉറങ്ങട്ടെ, ക്ഷീണം. അപ്പൊ സംഭവം. ആഹാ, കൊറേ വ്യത്യാസങ്ങളുണ്ടല്ലോ. ആ, ഞാനല്ലേ ആള് വ്യത്യാസം വരായിരിക്കും. എന്തായാലും ഞങ്ങളുടെ കോമഡി സൂപ്പർ നൈറ്റ് 2ന്റെ ഈ വേദിയിൽ വന്നതിന് ഞങ്ങൾ എന്തായാലും സമ്മാനം തരാതെ വിടില്ല ഈ രണ്ടുപേർക്കും. അപ്പൊ പറക്കാട് ജുവൽസ് നൽകുന്ന തങ്കത്തിൽ പൊതിഞ്ഞ ആനയാണ് നിങ്ങൾക്ക് രണ്ടുപേർക്കും ഞങ്ങൾ തരുന്നത്. അപ്പൊ വലിയ ആ ഷോപ്പിൽ ഇത് വെക്കണം. സന്തോഷമായല്ലോ. ഇനി അത് ആ സന്തോഷം തിരിച്ചു തന്നാ. അല്ല, ഇത് ഞാൻ വേറൊന്നുമല്ല, ഞാൻ തരും. പുറത്തോട്ട് ഇറങ്ങിയോ തരും. ഞാൻ പാക്ക് ചെയ്ത് റെഡിയാക്കി തരും. ഓക്കെ, എന്നാ വിട്ടോട്ടെ. ചെറുക്കൻ ഉണർന്നു കഴിഞ്ഞാൽ അപ്പൊ ടൂറിന് കൊണ്ടുപോകണം. അതാ പ്രശ്നം. അപ്പൊ യാത്ര അവസാനിക്കുന്നില്ല. ചിരിയുടെ യാത്രകൾ ഇനിയും തുടർന്നുകൊണ്ടേയിരിക്കും. പുതിയ അതിഥികളും പുതിയ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ഇത് കോമഡി സൂപ്പർ നൈറ്റ് 2.